Our Louis Street is in big trouble, right? Yes. ഇത് മൂന്നാമത്തെ കുട്ടിയാണ് ഈ സ്ട്രീറ്റിൽ നിന്ന് മിസ്സാവുന്നത്. Yes, I know grandpa. അവരുടെ ലൊക്കേഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. Then why are you waiting? Are you not prepared? Yes. But one thing. പോകുന്നതിന് മുമ്പ് ഹായ് ഹോംസ് അങ്കിൾ. ഹായ്. എന്താ ജോൺ, ഒരു കൺഫ്യൂഷൻ? ഹോംസ് എത്തിയില്ലേ, പിന്നെ എന്തിന് കൺഫ്യൂഷൻ? ഒരു ഡിറ്റക്റ്റീവ് എപ്പോഴും ഷാർപ്പായിരിക്കണം. ഒരു കുതിരയെപ്പോലെ സഞ്ചരിക്കുക. മുന്നിലും പിന്നിലും കണ്ണുകൾ. എപ്പോഴും എങ്ങോട്ടും തിരിഞ്ഞു പോകാവുന്ന മട്ടിൽ. Prepare yourself for the hunt. Hey! ഹോംസ് അങ്കിൾ. Hey! എടാ ജോൺ, എന്താ വടാ അവിടെ തട്ടിക്കളഞ്ഞത്? അയ്യോ കർത്താവേ, ഇതെന്തോ പറ്റിയടാ? ഒന്നുമില്ല ആന്റി, ഞാൻ സ്വപ്നം കണ്ടതാ. അതെങ്ങനെയാ? രാത്രി കിടക്കുന്നതിന് മുമ്പ് കാവൽ മാലാഖെ പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞാ നീ കേൾക്കുവോ? അല്ല, അതിനെവിടെ സമയം? രാത്രി മുഴുവൻ ഓരോ ദുഷ്ടകഥകൾ വായിച്ചു കിടക്കുകയല്ലേ, പിന്നെങ്ങനെ രാത്രി കിടന്ന് സ്വപ്നം കാണാതിരിക്കും? ഞാനതിന് ഗ്രാൻഡ്പായെ സ്വപ്നം കണ്ടത്. ചുമ്മാതല്ല. എങ്കി ഇതിനപ്പുറവും കാണും. ചെറുപ്രായത്തില് വല്ല ഡോൺ ബോസ്കോയുടെയോ സാവിയോയുടെയോ കഥകൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം കള്ളന്മാരുടെയും കൊലപാതകളുടെയും കഥകൾ പറഞ്ഞ് പഠിപ്പിച്ചു. നിന്നെ വഷളാക്കി. ഇപ്പൊ ഇതെല്ലാം അനുഭവിക്കുന്നത് ഞാനും. ദേ, രാവിലെ തന്നെ എന്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ സ്കൂളിൽ പോകാൻ വേഗം റെഡിയാവും. അല്ലാതെ പരീക്ഷണം നിരീക്ഷണം എന്ന് പറഞ്ഞ് നടന്നാലേ ദേ നിന്റെ ഈ സാധനങ്ങളെല്ലാം ഞാൻ തല്ലി പൊട്ടിക്കും. മനസ്സിലായോ? മനസ്സിലായോ? 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ റെഡിയാവും. ചിരിച്ചോ ചിരിച്ചോ. ഒരു ഗ്രാൻഡ്പായ, ഒരു ഡിറ്റക്റ്റീവ്. അവന്റെ കുരുത്തക്കേടുകളൊക്കെ കണ്ട് ബുദ്ധിമുട്ടുന്നത് ഞാനല്ലേ? സർ, എന്താ ടീച്ചർ? സർ, അത് എക്സാമിനേഷൻ ഹാളിൽ പോയി. ഇല്ല സർ, 9th ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മിസ്സിംഗ് ആണ്. വാട്ട്? കവർ നേരത്തെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, എണ്ണി നോക്കിയപ്പോൾ ഒരെണ്ണം മിസ്സിംഗ്. മൈ ഗോഡ്. ടീച്ചർ മറ്റ് ടീച്ചേഴ്സിനോട് ആലോചിച്ചിട്ട് ഉടൻ തന്നെ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ സർ. എന്താ ടീച്ചർ രാവിലെ തന്നെ ടെൻഷൻ? സർ, 9th സ്റ്റാൻഡേർഡിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മിസ്സിംഗ് ആണ്. എവിടെ പോകാനാ? ഇല്ല സർ, അവിടെ എങ്ങും ഇല്ല. അല്ലെങ്കിൽ സറിയന്റെ ടീച്ചർക്ക് ഇത്ര വെപ്രാളം കൂടുതലാ. അത് അവിടെ തന്നെ കാണുന്നേ. ഇല്ല, ആ റൂം മുഴുവൻ ഞാൻ അടിച്ചു പെറുക്കിയതാ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മിസ്സിംഗ് ആണ്. ആരെടുത്തെന്ന് മാത്രം അറിയില്ല. എച്ചമ്മ,
9th സ്റ്റാൻഡേർഡിലെ എക്സാം പ്രൊസീജിയർ നിർത്തിവെക്കാൻ HMന്റെ ഓർഡറാ. വാ നമുക്ക് HMന്റെ റൂമിലേക്ക് പോവാം. ടെൻഷൻ പിടിച്ചൊരു ദിവസമായി പോയി. പോലീസിൽ അറിയിച്ചാൽ മതി, സത്യം ഉടനെ പുറത്തു വരും. അതെ, ഇവന്മാരെ വായ തോർപ്പിക്കാൻ പറ്റിയ വഴി അത് തന്നെയാ. ഫൂളിഷ്നെസ്. പോലീസ് അറിഞ്ഞാൽ ഈ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ, അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? ആ പേപ്പർ പോകാൻ പാടില്ല. മാനേജ്മെന്റിന്റെ 10ഓളം സ്കൂളുകളിൽ ഒരുമിച്ച് നടക്കുന്ന എക്സാമിനേഷനാണിത്. ഇത്രയും വർഷം എങ്ങും നടക്കാത്തത് ഈ സ്കൂളിൽ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. യു മസ്റ്റ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. ബട്ട് സർ ഹൗ? ദാറ്റ് യു ഡിസൈഡ്. പഠിച്ചു എക്സാം മാറ്റി വെച്ചു. എക്സാം മാറ്റി വെച്ചോ? എന്തിന്? ക്വസ്റ്റ്യൻ പേപ്പർ മോഷണം പോയി. ക്വസ്റ്റ്യൻ പേപ്പർ മോഷണം പോയോ? എപ്പോ? അവിടെ മിസ്സുമാരുടെ മുറിയിൽ മിസ്സുമാര് വലിയ ആലോചന നടത്തുക. സാമേ, ഇനി നീ എങ്ങാനാണോ സെറീന ടീച്ചറെ മണിയടിച്ച ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റിയത്? പോടാ, ഞാൻ ഇത്തവണ നന്നായി പഠിച്ചതാ. ഷോ, ഇനി മമ്മിയോട് എന്ത് പറയും? എക്സാം മാറ്റി വെച്ച് ഞാൻ അടുത്ത തവണ തോക്കും, അത് ഉറപ്പാ. നീ പറഞ്ഞു നോക്കിയാൽ വിശ്വസിച്ചൊന്നും വിചാരിക്കണ്ട. വാടാ. എന്താ, ആർക്കൊന്നും പറയാനില്ലേ? സെയിന്റ് ലൂക്കാസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. സർ, വി ആർ ഹെൽപ്ലെസ്. No, I don't want any explanation from you. എടോ ഏലിയാസേ, യെസ് സർ. താനല്ലായിരുന്നോടോ സെക്യൂരിറ്റി? എടോ, എങ്ങനെ ഇത് സംഭവിച്ചു? അത് എനിക്കൊന്നും കേൾക്കണ്ട. ജോൺ, നിന്റെ അന്വേഷണവും പരീക്ഷണങ്ങളും എല്ലാം നിന്റെ സാധനങ്ങൾ ഉപയോഗിച്ചു മതി. ഇതിനകത്തിരുന്ന മണ്ണെണ്ണ അത് ഞാൻ പെട്രോമാക്സിൽ ഉപയോഗിച്ചു. അത് ശരി. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇപ്പൊ തവള പിടുത്തം തുടങ്ങിയോ? ആന്റി, അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമോ? അത് പറഞ്ഞ ആന്റിക്ക് മനസ്സിലാവില്ല. മനസ്സിലാവില്ല. ഇൻവെസ്റ്റിഗേഷൻ പോലും. ഈ പ്രായത്തിൽ കുട്ടികൾ പഠിക്കാൻ നോക്കണം, അല്ലാതെ ഡിക്റ്റേറ്റീവും കളിച്ച് നടക്കുകയല്ല വേണ്ടത്. കർത്താവേ, ഇതെന്ത് കോലം! നീ എന്ത് പണിയാടാ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ നീ മിണ്ടാപ്രാണികളെ ഉപദ്രവിച്ചു തുടങ്ങിയോ? ഡോണ്ട് വറി ആന്റി, ഇതൊരു ചെറിയ പരീക്ഷണോ. ഇന്നലെ രാത്രി നടത്തിയതാ. കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളൂ. ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഈ കണക്കിന് പോയാ ചേഞ്ചിന് വേണ്ടി നീ എന്റെ കോലം മാറ്റുമല്ലോ. ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. ആന്റി, യു ലുക്ക് സോ ഓൾഡ്. ദേ കുരുത്തം കെട്ടവനെ, എന്റെ കൈ നീ വായിക്കും കേട്ടോ. പിന്നെ കിച്ചണിൽ കയറിയുള്ള അഭ്യാസമൊക്കെ നിർത്തിക്കോണം. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. കം. യു ലുക്ക് ലൈക്ക് ആൻ അവതാർ ക്യാറ്റ്. ജോൺ, വാഷ് യുവർ ഹാൻഡ്സ്. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ പുറകെ നടന്ന് പറഞ്ഞോണ്ടിരിക്കണം. വേഗം കൈ കഴിച്ചു വാടാ. ഇത്ര നേരവാ. വെള്ളം വേസ്റ്റ് ചെയ്യല്ലേ. ഒരു ശ്രദ്ധയില്ല. എന്തോ ചെയ്യും ഞാൻ. ആന്റി, ഈ കുക്കറിനകത്ത് ഓട്സ് ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണോ? ആണെങ്കിൽ അല്ല, ആ ചൂടിൽ ചിലപ്പോ പുഴു ഒന്നും ചാവില്ലല്ലേ? പുഴുവോ? ഫുഡിലോ? ആന്റി, ഇത് ബോയിൽ ചെയ്യാൻ മറന്നോ? ബോയിൽ ചെയ്യാൻ മറന്നു. സോറി ഡിയർ. ഇറ്റ്സ് ഓക്കെ. പക്ഷേ വഴക്കുവരെ മാത്രമേ ആന്റിക്ക് അറിയൂ. എനിക്ക് മതിയേ. മോനെ, ടിഫിൻ ബോക്സ് എടുത്തില്ല. താങ്ക് യു. സോറിടാ. ബൈ. ബോയിൽ ചെയ്യാൻ മറന്നു. എടാ ജോൺ, കുരുത്തങ്ങട്ട ചെറുക്കൻ, നേരെയുള്ള വഴി കൂടെ പോടാ. ഒരു ഡിറ്റക്റ്റീവ് ഒരിക്കലും നേർവഴിക്ക് സഞ്ചരിക്കാൻ പാടില്ല. ദുർഘടം പിടിച്ച വഴികളാണ് എപ്പോഴും നല്ലത്. ദാറ്റ്സ് മൈ പോളിസി. പാവം, ഒന്നും അറിയില്ല. സൈമൺ ബൈ, എന്താ നമ്മുടെ ബെൻസിൽ ഇങ്ങോട്ട് നീക്കിയിട്ടത്? ഒന്നുമില്ല ബഡ്ഡി. കാലത്തെ തന്നെ നിന്റെ ലോറി ആന്റിയുടെ ഐശ്വര്യമുള്ള മുഖം കണ്ട ഇന്നത്തെ ദിവസം പോക്ക. പോരാത്തതിന് എനിക്ക് കഷ്ടകാലം. എന്തിനാ വെറുതെ വയ്യാവലി എടുത്ത് തലേ വെക്കുന്നത്? സംസാരിച്ചേക്കാൻ സമയമില്ല, വേഗം വിട്. വി ആർ ലേറ്റ്. ഇത് കേട്ടാ തോന്നി ഇത് ആദ്യമായിട്ടാണെന്ന്. എനിക്കറിയാൻ ഞാൻ ചോദിക്കുക, ഒരു ദിവസമെങ്കിലും നിനക്ക് നേരത്തെ പോയിക്കൂടെ? ഭായ്, കഥ പറഞ്ഞേക്കാൻ സമയമില്ല, വേഗം വിട്.
ഞാൻ പറഞ്ഞെന്നേ ഉള്ളേ. മുമ്പ് പറഞ്ഞത് ഭായിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഏ ദോസ്തേ ഹം നഹീ ചോടുങ്കേ ചോടുങ്കേ. ഏലിയാസേ, താക്കോല് കൊണ്ട് തന്നെയാണ് അലമാര തുറന്നിരിക്കുന്നത്. സ്കൂളിൽ എവിടെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിരിക്കുന്നത് എന്ന് അറിയാവുന്ന ഒരാൾ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിലും. ഐ ആം ഷുവർ. താൻ അറിയാതെ സംഭവിക്കില്ല. പറയേ, എന്താ സംഭവിച്ചത്? സാറേ, എന്റെ മുറിയിൽ നിന്ന് ആരും എടുത്തോണ്ട് പോവില്ല. സാറിനറിയാമോ, സാധാരണ വാച്ച്മാൻമാരെ പോലെ രാത്രി കിടന്നുറങ്ങുന്ന ആളല്ല ഞാൻ. ആരും എടുക്കാതെ ചോദ്യക്കടലാസ് കാണാതാവില്ലല്ലോ. ഏലിയാസിന്റെ മകള് നിമ്മി 9th അതെ സാർ, ആ കുട്ടി എക്സാം എഴുതുന്നുണ്ട്. ഓഹോ, ആ കുട്ടിയെ വിളിക്കാം. സാറേ, മോളെ എന്തിനാ? ഏലിയാസ്, താൻ എന്റെ കൂടെ വാ. പോലീസ് വന്നില്ലെങ്കിൽ CID വരുത്തണം. They will find out. പോടാ, കുറ്റം കണ്ടുപിടിക്കാൻ CBI ആ ബെസ്റ്റ്. എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ജോണ്ടിനെ വിളിച്ചാലോ? ഏത് ജോണ്ടി? 8 സീലത്തെ ജോണ്ടിനെ. ജോണോ? അവനാരും ഡിറ്റക്റ്റീവോ കേസ് തെളിയിക്കാൻ? എടാ ശരിക്കും അവന്റെ കുറെ സൂത്രപ്പണികളുണ്ട്. ആണോ? പിന്നെ ഓരോരോ ബെടായികള്. എന്നിട്ട് അവനെന്തിയെ? ഒരു പ്രത്യേക അറിയിപ്പ്. ഇന്ന് നടക്കാനിരുന്ന 9th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രി എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊന്ന് മോഷണം പോയതിനാൽ പരീക്ഷാ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിദ്യാർത്ഥികൾ സ്കൂൾ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാൻ പാടുള്ളതല്ല. ഓഫീസിൽ വളരെ സീക്രട്ടായിട്ട് സൂക്ഷിച്ചിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയുടെ തലേദിവസം കൈവശപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയ പണിഷ്മെന്റ് കിട്ടുന്ന കുറ്റമാണ്. കള്ളത്തരത്തിലുള്ള പരീക്ഷ ജയിക്കാൻ ശ്രമിക്കുന്നത് ആരായിരുന്നാലും ശരി, പിടിക്കപ്പെട്ടാൽ കടുത്ത ശിക്ഷയാവും ലഭിക്കുക. ഇനി അവരത് തുറന്നു പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. സർ, ഇത് ജോൺ, 8 സീലെ ജോൺ ഡി പാനിക്. സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ. കം ടു മൈ ഓഫീസ്. ജോൺ വാ. പറയൂ, തനിക്ക് എന്താണ് പറയാനുള്ളത്? ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത ആളിനെ തനിക്കറിയാവോ? നോ. പിന്നെ എന്താണോ പറയാനുള്ളത്? എനിക്ക് ആ മുറി ഒന്ന് കാണണം. കുറച്ച് സമയം തരണം. എന്തിന്? എടാ, ഇത് കുട്ടിക്കളിയല്ല. നീ ക്ലാസ്സിലേക്കല്ലേ? സാർ എനിക്ക് കുറച്ച് സമയം തരണം സാർ. ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പെർമിഷനും. എങ്കിൽ ഞാൻ കണ്ടുപിടിച്ചു തരാം. ഷുവർ. ശരി, ഇയാളെ മുറിയൊന്ന് കാണിച്ചു കൊടുക്കുക. അവസാനത്തെ പരീക്ഷണം എന്ന നിലയ്ക്ക് ഒരു ചാൻസ് കൂടി നമുക്ക് ഇവന് കൊടുക്കാം. താങ്ക് യു സാർ. താങ്ക് യു. പുറത്ത് നിന്ന് ആർക്കും ഈ താക്കോല് കൈയെത്തിച്ചെടുക്കാൻ പറ്റൂല. വാതിൽ ചിലപ്പോഴും ഞാനുണ്ട്. പിന്നെ ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇതെന്താ ഇവിടെ? ആരോ തെന്നി വീണ പോലുണ്ടല്ലോ. പിള്ളേരെ ഓടിക്കളിച്ച് വീണതായിരിക്കും. ബ്രേക്ക് ടൈമിൽ അവന്മാരോടൊരു കളി. ബ്രേക്ക് ആയിട്ടില്ലല്ലോ. പോരാത്ത ഇന്നലെ സൺഡേ ആയിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാ?
പ്രൊഫഷണൽ കള്ളന്മാർ പൂട്ടുപൊളിച്ചും കള്ളത്താക്കോലും ഉപയോഗിച്ചുമാണ് മോഷണം നടത്തുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലുള്ള ഒരാൾ തന്നെയാണ് ഇതിന്റെ പിന്നിൽ. അതാരായിരിക്കും? അങ്ങനെ ധൃതി പിടിക്കില്ലേ ടീച്ചർ. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം. ഇതിലോ റോസ് എവിടെ പോയി? അത് താഴെങ്ങാനും കൊഴിഞ്ഞു പോയോ? ടീച്ചർ ഇപ്പൊ വരാം, ഒരു മിനിറ്റ്. എന്നാലും എക്സ്ക്യൂസ് മീ, ഹു ഗേവ് ദിസ് റോസ്? സത്യമായിട്ട് ഞാൻ മോഷ്ടിച്ചതൊന്നുമല്ല. ഐ നോ. സൂസൻ ആരാ ഈ റോസ് ഗിഫ്റ്റ് ആയിട്ട് തന്നത്? എന്നെ എന്തിനാ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നേ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സൂസൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സൂസൻ ആരല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചത്. ഏയ് ഞാനല്ല. അതൊക്കെ പോട്ടെ, ഞാൻ ചോദിച്ചതിന് ആൻസർ ഒന്നുമില്ല. എന്ത്? ഹു ഗേവ് ദിസ് റോസ്? ഡാനി ജോൺസൺ. ഡാനി. ഹായ്. ഹായ്. ഡാനി ജോൺസൺ. ഡാനി സൂസൻ അറിയോ? നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? കം ഓൺ, സ്പീക്ക് ഔട്ട് ഡാനി. എന്താ അവളെന്തെങ്കിലും പറഞ്ഞോ? അവളുടെ ഒരു കാര്യം. ഡാനി ഒരു ബ്യൂട്ടിഫുൾ റോസ് ഗിഫ്റ്റ് ആയിട്ട് തന്നെന്ന് പറഞ്ഞു. നേരാണോ? ഡാനി റോസ് കൊടുത്തിരുന്നോ? യെസ്. പക്ഷെ താൻ വിചാരിക്കുന്ന പോലെയൊന്നും ഇല്ല കേട്ടോ. ഇത് വൺ വേ ട്രാഫിക്കാ. ഡാനി ജോൺസൺ, താങ്കൾ ദയവ് ചെയ്ത് ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. പതിയെ പതിയെ നിനക്കത് മനസ്സിലായിക്കോളും. അതെന്തുവാട്ടെ, ആ റോസ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറിച്ചതാ. പ്ലാസ്റ്റിക് റോസ്? അല്ലല്ല, ഷോപ്പിൽ നിന്ന് മേടിച്ചതാ. ആ സത്യം. അത് ശരി. താനാദ്യം വീട്ടിൽ നിന്ന് പറിച്ചു, പിന്നെ അത് ഷോപ്പിൽ നിന്ന് മേടിച്ചു. ഞാനിതിൽ ഏത് വിശ്വസിക്കണം? ഇതിലൊരെണ്ണമാണ് ഡാനി സൂസന് കൊടുത്തല്ലേ? ഇനി അധികം ചോദ്യം ചോദിക്കുന്നില്ല. എല്ലാം സ്ട്രെയിറ്റ് ആയിരിക്കണം. എപ്പോ, എങ്ങനെ ഇത് ഇവിടുന്ന് പോയി? ഒരു ചോദ്യം കൂടി. ക്വസ്റ്റ്യൻ പേപ്പർ ഈ അലമാരിന്ന് എങ്ങനെ പൊക്കി? അപ്പുറത്തെ സുബേറിന്റെ കടയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് നീ 4 ബാറ്ററി വാങ്ങി. 4 ബാറ്ററി ഉപയോഗിക്കുന്നത് ടോയ് കാറിനോ ഡോളിനോ ആണ്. എന്താ, ശരിയല്ലേ? എന്നിട്ട് എങ്ങനെ ഇതിനകത്ത് കടന്നു? ഇനി ഒരു രക്ഷയില്ല. നിനക്കറിയാവുന്നത് മുഴുവനും പറഞ്ഞേ പറ്റൂ. കമോൺ ഡാനി. ഞാൻ പറയാം.